കാരണം സിനിമയുടെ ഒരു പ്രവാചകനെ പോലാണ് അദ്ദേഹം ഒരു സഞ്ചിയും തൂക്കി കേരളത്തിലുടനീളം ഓടി നടന്നത്. അതൊരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു പ്രവാചകന്റെ ഒരു ധ്വനിയാണുള്ളത്. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൾ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ഞാൻ കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നാം ഇവിടെ സംസാരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഏതോ ഒരു ഭൂഖണ്ഡത്തിൽ, ഏതോ ഒരു രാജ്യത്ത്, ഏതോ ഒരു കോണിൽ അജ്ഞാതനായ ഒരു യുവ ചലച്ചിത്രകാരൻ ഇതുവരെയുള്ളതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ചലച്ചിത്ര ഭാഷയിൽ ഇതുവരെയുള്ള ചലച്ചിത്ര സങ്കല്പങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പുതിയ സിനിമ ചെയ്യുകയാണ്. അദ്ദേഹം ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞ വാചകമാണിത്. അയാളെ കണ്ടെത്തുകയും അയാളുടെ പ്രതിഭയെയും സൃഷ്ടിയെയും ആ കലാകാരനെയും ലോകത്തിൻ്റെ പ്രേക്ഷകരുടെ മുൻപിൽ എത്തിക്കുകയും പരിചയപ്പെടുത്തുകയുമാണ് ഒരു യഥാർത്ഥ ചലച്ചിത്ര നിരൂപകന്റെ അടിസ്ഥാന ധർമ്മം. ഇതുതന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഇന്നത്തെ വിഷയം. അതിമനോഹരമായി വളരെ വിദഗ്ധമായി ശ്രീ ബൈജു ചന്ദ്രൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതെനിക്ക് ഏതായാലും ആ വിഷയം അവതരിപ്പിക്കേണ്ട ജോലി എനിക്കില്ലെന്ന് തോന്നുന്നു. പക്ഷേ തോമസ് സാറിൻ്റെ ഈ പറഞ്ഞ വാചകത്തിൽ ആ ഇന്നത്തെ വിഷയത്തിൻ്റെ അടിസ്ഥാനമുണ്ട്. ഈ നിരൂപകന്റെ ധർമ്മം, യഥാർത്ഥ ധർമ്മം അല്ലെങ്കിൽ ഒരു കടമ ഇന്ന് ചലച്ചിത്ര നിരൂപകൻ നിറവേറ്റുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 6 ദശാബ്ദക്കാലമായി ഈ ധർമ്മം ആത്മാർത്ഥമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയനായ ശ്രീ M.F. തോമസിൻ്റെ വാക്കുകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഈ കൗമാരത്തിലും യൗവനത്തിലും നല്ല സിനിമയിൽ ഞാൻ ആദ്യത്തെ നല്ല സിനിമ കാണുന്നത് ഒരു 14-ാമത്തെ വയസ്സിലാണ്. അത് സത്യജിത്രയുടെ മഹാനഗർ എന്ന് പറഞ്ഞ സിനിമ ന്യൂ തിയേറ്ററിൽ ബംഗാളി അസോസിയേഷൻ കാണിച്ചപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല സിനിമകൾ കണ്ടു തുടങ്ങിയ എന്നെപ്പോലുള്ള കുറച്ചുപേരെ ഞങ്ങൾക്ക് ഒരു മാർഗദീപമായിരുന്നു. നല്ല സിനിമകൾ ഏതെന്ന് പറഞ്ഞു തരുന്ന ആളായിരുന്നു. നിരൂപകൻ എന്നതിലെ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ, ഈ ഫിലിം സൊസൈറ്റി ഇങ്ങനെ സ്ക്രീനിങ്ങിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ചില ശൈലിയിലുള്ള മഹത്തായ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ തന്നെ ആ ഫിലിമിൻ്റെ ഒരു അനശ്വരത നമുക്ക് ആ ദൃശ്യമായിട്ട് അനുഭവിക്കാൻ കഴിയും. ഈ സത്യജിത്രയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോഴത്തേക്കും അദ്ദേഹം മഹാനായ സത്യജിത്ര എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ തന്നെ കൈയൊക്കെ ഉയർത്തി ഒരു പ്രത്യേക രീതിയിലുള്ള അത് ഞാനിപ്പോഴും ഓർക്കുന്നു. അത് ഞങ്ങളെയൊക്കെ വളരെ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കി, ഞങ്ങളെയൊക്കെ ആവേശം കൊള്ളിച്ച ഒരു കാലമായിരുന്നു അത്. അപ്പം ഞാനൊക്കെ ഫിലിം സൊസൈറ്റി, ഞങ്ങൾ ആദ്യമായിട്ട് സുവർണരേഖ ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഞാനന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ പ്രസ് ക്ലബ്ബിൽ തന്നെ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ് ഈ പ്രസ് ക്ലബ്ബിലെ. ആ സമയത്ത് സുവർണരേഖ ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞൊരു ആദ്യത്തെ, എനിക്ക് തോന്നുന്ന വിദ്യാർത്ഥികളുടെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി അതായിരുന്നിരിക്കണം. അന്ന് ഞങ്ങൾ തുടങ്ങി. അതിൽ പ്രവർത്തിച്ച 2 പേര് ഞാനിപ്പോൾ ഓർക്കുന്നു. ഒന്ന് നിരൂപകൻ വിജയകൃഷ്ണൻ്റെ സഹോദരനായിരുന്ന തോമസ് സാർ ഓർക്കുന്നുണ്ട്, സതീഷ്, അതുപോലെ തന്നെ ഹേമചന്ദ്രൻ. അദ്ദേഹം പുരാവസ്തു വകുപ്പിൻ്റെ മേധാവിയായിരുന്നു. ഇന്ന് അദ്ദേഹം രോഗശയ്യയിലാണ്. അപ്പം ഇവരെയൊക്കെ ഞാൻ ഓർത്തുപോവുകയാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ മാർഗദർശിയായിരുന്നത് തോമസ് സാറാണ്. അപ്പം അന്ന് ഞാനിപ്പോൾ എൻ്റെ ഓർമ്മ പുറകിലോട്ട് സ്റ്റുഡൻറ് സെൻറ്ററിൽ നടന്ന ഒരു ചർച്ച, അതിവിടെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞാൻ തന്നെയാണ് സബ്ജക്റ്റ് അവതരിപ്പിച്ചത്. ഫിലിം ജേർണലിസം എവിടെ നിൽക്കുന്നു എന്നതായിരുന്നു സബ്ജക്റ്റ്. അത് 78-ലാണെന്ന് തോന്നുന്നു. ഫിലിം ജേർണലിസം എവിടെ നിൽക്കുന്നു. അപ്പോൾ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിം ജേർണലിസത്തെ സൈഡിലിട്ടാണ് ആ സബ്ജക്റ്റ് വെച്ചത്. അതിൽ പങ്കെടുത്തത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ പിന്നെ സ്റ്റുഡൻറ് സെൻറ്ററിൽ നരേന്ദ്രപ്രസാദ്, KP കുമാരൻ, ജോർജ് ഓണക്കൂർ, മധു വൈപ്പന, ഇവരൊക്കെ ആയിരുന്നു. അന്നൊരു നിർഭാഗ്യകരമെങ്കിലും ഏതായാലും ഞങ്ങളെ വിഷമിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. അന്നൊരു പ്രമുഖ ജേർണലിസ്റ്റ് അന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു പ്രമുഖ
വാരികയുടെ അന്നത്തെ ഒരു പ്രമുഖ വാരികയുടെ പത്രാധിപരായിരുന്നു. അദ്ദേഹം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ അന്ന് ഇന്നത്തെ പോലെ സത്യാനന്തര കാലമല്ല, അന്ന് ആളുകൾ സത്യം സംസാരിക്കുന്ന കാലമായിരുന്നു. അത് സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യുന്ന, ഞാൻ എഡിറ്ററായിരിക്കുന്ന ഈ പ്രമുഖ വാരിക പോലും ട്രാഷാണ്, ഇത് കച്ചവടം മാത്രമാണ് ഇതിലുള്ളത്, ഇത് സിനിമയ്ക്ക് കൊണ്ടൊന്നും ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്നു ഈ ഒരു ഞങ്ങളുടെ സിമ്പോസിയം കാരണം. അത് ഞാനിപ്പോഴും വേദനയോടെയെങ്കിലും, പക്ഷെ ആ ധീരത, ഈ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ നിരൂപണം എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ എത്രയോ അകന്നു കഴിഞ്ഞു. അങ്ങനെ ഒരു സത്യസന്ധവും ഒരു വേദനിച്ചുകൊണ്ടുള്ള നിരൂപണം, ഈ ക്രിറ്റിസിസം ഒരു പെയിനായിട്ട് എടുക്കുന്ന, ഒരുതരം ത്യാഗമായിട്ട് എടുക്കുന്ന, ഞാൻ എൻ്റെ ധർമ്മം ഞാൻ നിർവഹിക്കും, ഞാൻ സത്യസന്ധമായിട്ട് പറയും എന്ന് അങ്ങനെ പറയുന്ന സാഹിത്യത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൊഫസർ രാമകൃഷ്ണൻ നായർ സാറൊക്കെ സത്യങ്ങൾ പലതും വെട്ടി തുറന്ന് പറഞ്ഞു. അതുപോലുള്ള ആരും ഇന്ന് നിരൂപണത്തിലില്ല. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നൊരു സുവർണരേഖയുടെ ഓർക്കുന്ന ഒരു സംഭവം, ഞങ്ങൾ അന്ന് ഗ്രന്ഥശാല സംഘ ഹാളിലാണ് ഞങ്ങൾ സിമ്പോസിയം നടത്തിയിരുന്നത്. അന്നത്തെ സബ്ജക്റ്റ് ഇന്ത്യൻ സിനിമയും ഇന്ത്യൻ യാഥാർത്ഥ്യവുമായിരുന്നു. ഞാൻ ഈ പ്രസ് ക്ലബ്ബിൽ ഇവിടെ ജേർണലിസം പഠിക്കുമ്പം എൻ്റെ തീസിസ് അതായിരുന്നു. ഇവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്തു, അത് ഒരുപാട് പേരെ സർവേ ചെയ്ത്, ഇന്ത്യൻ സിനിമയും ഇന്ത്യൻ യാഥാർത്ഥ്യവും. അന്ന് അത് അവിടെ സംസാരിച്ചിരുന്നത് തോമസ് സാർ ഉണ്ടായിരുന്നു, അന്ന് പിന്നെ പ്രൊഫസർ ബി രാജീവൻ സംസാരിച്ചു, KS നാരായണപിള്ള സാറ്, നിങ്ങൾ പലർക്കും തമ്പാൻ സാറിനൊക്കെ അറിയാമായിരിക്കും, നാരായണപിള്ള സാറിന് അയ്യോ വളരെ അടുപ്പമുള്ള. അപ്പം പുതിയ തലമുറയ്ക്ക് പലർക്കും KS നാരായണപിള്ള സാറിനെ ചിലപ്പം അറിയില്ലായിരിക്കും. പക്ഷെ ഞങ്ങളൊക്കെ അന്ന് പഠിച്ചിരുന്നപ്പോഴത്തേക്ക് KS നാരായണപിള്ള സാർ വളരെ ആക്റ്റീവായിരുന്നു. അപ്പം അദ്ദേഹം കോരിച്ചൊരിയുന്ന മഴ പുറത്ത് ഇന്ത്യൻ കുറച്ചുപേരേ അന്നുള്ളൂ. പക്ഷേ അത് നല്ല ശക്തമായ ഒരു ചർച്ചയായിരുന്നു. അപ്പം ആ ചർച്ചയിൽ ഒരു നാടൻ കുണുങ്ങിയായ ഒരു യുവാവ് പൊട്ടൻകാവിൽ, കാട്ടാക്കടയിൽ മലയങ്കീഴ് പൊട്ടൻകാവിൽ നിന്നും ഒരു യുവാവ് എത്തുന്നു. പിന്നെ നാടൻ കുണുങ്ങിയായ യുവാവ്, അദ്ദേഹം വളരെ മനോഹരമായ ശക്തമായ രീതിയിൽ, ആ യുവാവാണ് വിജയകൃഷ്ണൻ, നമ്മുടെ ഇന്നത്തെ ശക്തനായ നിരൂപകൻ, അറിയപ്പെടുന്ന നിരൂപകൻ. അദ്ദേഹം ആദ്യമായിട്ടൊരു വേദി, അദ്ദേഹം ഒരു പിന്നെ ആളുകളെ അഭിസംബോധന ചെയ്യാനൊക്കെ നാണം കുണിയായ ഒരു ആളായിരുന്നു. പക്ഷെ അദ്ദേഹം ആദ്യമായിട്ട് ഞങ്ങളുടെ സുവർണരേഖയിലാണ് ആദ്യമായിട്ട് സംസാരിച്ചത്. അന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലേഖനം പോലും ഞാൻ ഓർക്കുന്നുണ്ട്. ഈ വിജയകൃഷ്ണൻ്റെ ആദ്യത്തെ ലേഖനം ഈ മലയാളനാട് വാരികയിൽ ആദ്യത്തെ ഞാൻ വായിച്ച ലേഖനം ഈ മൺകൂനകൾക്ക് നടുവിൽ എന്ന് പറഞ്ഞ ഒരു ലേഖനം. അത് കഴിഞ്ഞ് അദ്ദേഹം ധാരാളം എഴുതി. പിന്നെ ഞങ്ങളെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു കാര്യം, അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടി. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് ദേശീയ അവാർഡ് കിട്ടുന്ന, അതിന് മുമ്പ് അല്ല വിജയകൃഷ്ണനെ കുറിച്ചാണ്. വിജയകൃഷ്ണനാണ് ആദ്യമായിട്ട് ദേശീയ അവാർഡ് കിട്ടിയത്. അപ്പം ഞങ്ങൾ ഉടനെ തന്നെ പൊട്ടൻകാവിൽ പോയി ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ അനുമോദിച്ചതൊക്കെ ഇന്നു. അതൊക്കെ ഒരു കാലഘട്ടമാണ്. അപ്പം അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഓർക്കുകയാണ്, ആ ഒരു കാലത്തെക്കുറിച്ചൊക്കെ. പിന്നെ അപ്പം വിജയകൃഷ്ണനെ സംബന്ധിച്ചോളം അന്ന് ഞങ്ങൾ പിന്നെ വായിക്കുകയും സിനിമ കാണുകയും ചെയ്തിരുന്ന നല്ല സിനിമയുടെ ഒരു കാലത്ത് വലിയൊരു മാറ്റം സൃഷ്ടിച്ച 3-4 പേര്, പിന്നെ MF തോമസ്, വിജയകൃഷ്ണൻ, ഡോക്ടർ രാജകൃഷ്ണൻ, I ഷൺമുഖദാസ്, ഇവരൊക്കെയാണ്. അപ്പം അതിൽ ഇവരുടെ പുസ്തകങ്ങളും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പിന്നെ MF തോമസ് സാറിൻ്റെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം അടൂരിൻ്റെ യാത്ര എന്നാണ്, ചലച്ചിത്ര യാത്ര. അപ്പം അത് എനിക്ക് തോന്നുന്നു അതെന്തുകൊണ്ടത് ദേശീയ അവാർഡ് കിട്ടിയില്ല എന്നെ അതിശയിപ്പിച്ചു. കാരണം അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചലച്ചിത്രകാരനെ കുറിച്ച് അയാളുടെ ആത്മാവ് കണ്ടെത്തുന്ന നിരൂപകനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ പുസ്തകത്തിലാണ്. കാരണം ഇവർ തമ്മിൽ വല്ലാത്തൊരു ഒരു കെമിസ്ട്രി ഉണ്ട്. അപ്പം ഇതിൽ ആ ഒരു അഭിമുഖ സംഭാഷണങ്ങളുടെ പേര് തന്നെ രാസത്വരകം, അങ്ങനെയുണ്ട്, രാസപ്രക്രിയ അല്ലേ.
സിനിമയുടെ രാസപ്രക്രിയ. പക്ഷെ അതിൽ എന്ത് ഇദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അടൂരും ഇവർ രണ്ടുപേരും നമ്മളുടെ കൗണ്ടർ, അടൂരിന്റെ കൗണ്ടറും അടൂർ തിരിച്ച് അതനുസരിച്ച് തന്നെ മറുപടിയും പറയുന്നുണ്ട്. അപ്പൊ അതിലൊരു ചോദ്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഈ സ്വയംവരത്തെക്കുറിച്ച് പറയുന്നു, റേയുടെ സിനിമകളുടെ സ്വാധീനം അദ്ദേഹത്തിന്റെ സിനിമകളിലുണ്ടല്ലോ ആണെന്നൊരു ആരോപണം ഉണ്ടെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പക്ഷെ അപ്പോഴ് അടൂർ പറയുന്ന മറുപടിയിൽ സിനിമയുടെ മർമ്മമുണ്ട്. അടൂർ പറഞ്ഞത്, ഞാൻ യഥാർത്ഥ ജീവിതമാണ് കാണിക്കുന്നത്, പക്ഷേ അത് എൻ്റെതായ രീതിയിലാണ്, റേയുടെ അല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെക്കുറിച്ച്, അതിലെ ഫാൻറ്റസിയെക്കുറിച്ച്, ഫാൻറ്റസി രംഗങ്ങളൊക്കെ ഉണ്ട് അതിലോട്ട്, ആന്റി റൊമാൻറ്റിസത്തിലോട്ട് എത്തിക്കുന്ന ഫാൻറ്റസി രംഗങ്ങളൊക്കെ ഉണ്ട്. ഈ ഫാൻറ്റസി രംഗങ്ങളെ വിദേശ നിരൂപകർ പോലും തെറ്റിദ്ധരിച്ചു എന്നാണ് അടൂർ അത് പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് എല്ലാവരും, എനിക്ക് തോന്നുന്നു അത് ടെക്സ്റ്റ് ബുക്ക് ആക്കിയിട്ടുണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നു അത് നമ്മളെ ചലച്ചിത്ര കോഴ്സൊക്കെ ഉള്ളിടത്ത് ടെക്സ്റ്റ് ബുക്ക് ആക്കേണ്ട പുസ്തകമാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ അടൂരും ഇദ്ദേഹവുമായി